പതുക്കെ കഴിച്ചാ മതി. കലക്കനായിട്ടുണ്ട് കേട്ടോ. എന്നാ ഒരു ടേസ്റ്റാ. കൊച്ചേർക്കൻ ഇന്ന് ഇവിടെ നിന്നാ തീറ്റ. കൊച്ചേർക്കനോ? ആ കൊച്ചേർക്കനെ. നാട്ടിലെല്ലാരും അവനെ കൊച്ചെന്നാണ് വിളിക്കുന്നത്. ഈ എബി ഗോപിന്നൊന്നും പറഞ്ഞാൽ അവിടെ ആർക്കും അറിയില്ല. ജോസൂഞ്ഞിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീടുണ്ടായിട്ട് വേണ്ട വീട്ടുകാരുണ്ടാവൻ. എനിക്കങ്ങനൊന്നും പറയാൻ ആരുമില്ലെന്നേ. ഓ, ആ ഒരു കാര്യത്തിൽ കർത്താവ് തമ്പുരാൻ ജോസൂഞ്ഞിനോട് പിശുക്ക് കാണിച്ചു. പക്ഷേങ്കിലേ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന ഒരാളെ ഞങ്ങൾ രാജകുമാരിക്കാർക്കുണ്ട്. പൗലോസച്ചൻ. ആ പൗലോസച്ചൻ എന്നെ വളർത്തിയതേ പള്ളി വക അനാഥ മന്ദിരത്തിൽ. പാവം ഇപ്പൊ അവിടെയും വലിയ കഷ്ടപ്പാടാന്നേ. എന്നെ കൊണ്ടാവുന്ന പോലെ എന്തെങ്കിലും ജോലിയെടുത്ത് പൗലോസച്ചനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. എവിടെ പാവങ്ങൾക്ക് എന്നും പാതാളം തന്നെ. എബിയോട് പറഞ്ഞാ ഹെൽപ്പ് ചെയ്യില്ലേ? ആര് കൊച്ചോ? നല്ല കാര്യമായി. അവൻ തന്നെ കരക്കാരുടെ ചെലവില്ലയോ കഴിയുന്നേ. അപ്പൊ എബി പറഞ്ഞല്ലോ അവര് വലിയ കാശുകാരാണെന്നും നാട്ടില് വലിയ വീടുണ്ടെന്നും. ബത്ലഹേം എന്ന വീടിന്റെ പേരെന്നൊക്കെ. എന്റെ മാതാവേ, നീ തന്നെ ചിരിപ്പിച്ച് കൊല്ലും. അവൻ പറഞ്ഞത് നേരാ. ബത്ലഹേമിലാ അവന്റെ താമസം. പക്ഷെ അത് അവന്റെ വീടല്ല. പ്രായമായവരെയും ആരും നോക്കാനില്ലാത്തവരെയൊക്കെ കൊണ്ട് താമസിപ്പിക്കുന്ന പള്ളി വക കെട്ടിടവാ. അവിടെയാ ഇപ്പൊ അവന്റെ പപ്പ. ഈ പാട്ടിന്റെ ഒക്കെ വലിയ ആളായിരുന്നു കേട്ടോ അവന്റെ പപ്പ. ബോംബെയിലോങ്ങാണ്ടായിരുന്നു പണ്ടവര് താമസം. പറഞ്ഞിട്ട് തന്നെ ആ കാര്യം. പുള്ളി ഈ കുത്തിവെക്കുന്ന മയക്കുമരുന്നിന്റെ ആളായിരുന്നേ. ആ ഒടുക്ക സഖി കെട്ടപ്പം താലിയും വലിച്ചു പറിച്ച് പപ്പാടെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് അവന്റെ മമ്മി ഒരൊറ്റ പോക്ക. അന്നീ കൊച്ചു തീരെ കൊച്ച. പിന്നെ എങ്ങനെയോ ഞങ്ങളുടെ നാട്ടിൽ വന്ന് പെട്ടതാ കൊച്ചു അവന്റെ പപ്പായി. സ്വന്തം എന്ന് പറയാനൊരു വീടുണ്ട്. പക്ഷെ അതിപ്പോ പൂട്ടിക്കിടന്ന് ചെതലടിച്ചു. പപ്പയുടെ ചികിത്സയ്ക്ക് തന്നെ ഒരുപാട് കാശാവും. അതൊക്കെ ഉണ്ടാക്കാനാ അവൻ ഈ ചെമ്മീൻ കമ്പനി പണിക്ക് വന്നത്. അവനിതൊന്നും ആരോടും പറയില്ല. നീ സഹതാപം കാണിക്കുന്നു പറഞ്ഞു. അവനൊന്നും ഇഷ്ടമല്ല. എബി, ഓ, ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? എനിക്കോ? എടാ ജോസ്, എന്നാടാ ഇത്? ചിക്കനാ. ഇതല്ലടാ, ഇതെന്നാ ഒരു വരവാ. നീ ഇതെങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ എത്തി. അല്ലടാ നീ എന്നെ ഈ പെങ്ങന്മാരെയൊക്കെ പറഞ്ഞു പറ്റിച്ചേക്കുന്നേ. നിന്റെ പപ്പ ഏതാണ്ട് വലിയ പപ്പ അല്ലല്ലോ, ഡാഡി അല്ലേ. ഞാൻ അങ്ങനെയല്ലേ വിളിക്കാറ്. ഇവരെല്ലാം മറന്നു. ഡാഡിയോ? എന്നാ നീ ഇങ്ങ് വന്നേ, ഞാൻ ചോദിക്കട്ടെ. നിക്കടാ കാര്യം പറയടാ. നീ അങ്ങ് ക്ഷീണിച്ച് നിറമൊക്കെ പോയല്ലോ. എന്ത് പറ്റണം? നീ തന്നെ അതിനെ എന്നെ പിടിച്ച് തള്ളുന്നേ. നിന്നോട് ആരെപ്പ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞു? എടാ മിനിഞ്ഞാന്നെങ്ങാണ്ട് സൈമൺ അച്ചായൻ പൗലോസിനെ വിളിച്ച് പറഞ്ഞതേ ഇങ്ങോട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ. എന്നാത്തിന്? സംഭാവന കാശ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ബത്ലഹേമിലോട്ട്. എന്നാ അതും വാങ്ങിച്ചോണ്ട് വാടാന്ന് പറഞ്ഞ പൗലോസിന് എന്നെ പറഞ്ഞു വിട്ടതാ. കൂട്ടത്തിൽ നിന്നെ ഒന്ന് കാണാമല്ലോ. അല്ലടാ നീ എന്നൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നേ. നിന്റെ കൊല്ലിഞ്ഞാൻ എന്തെങ്കിലും നീ പറഞ്ഞോടാ. ഞാൻ പറയൂടാ, നിന്നെ എനിക്കറിയത്തില്ലയോ. നീ നല്ല ഗമയിലങ്ങ് നടന്നു. നീ എടാ കൊച്ചേ, ഇവിടെ എന്തുമാത്രം മദാമ്മമാരാടാ. അതും കൊച്ചിനിക്കോട്ടുണ്ട്. ഓ, എന്റെ ആപ്പീസ് അടച്ചു പോയി. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് പറ്റുമെങ്കിൽ ഒരു മദാമേനെയും കൊണ്ട് ഞാൻ ഇനി രാജകുമാരിക്കുള്ളൂ. എന്റെ മാതാവേ, വൃത്തികെട്ടവനെ അവന്റെ കോഴിക്കാലും. ഇതെന്നാ ചെയ്തായി പോയി. That's the place. Let the place kick. വന്ന വരവ് കണ്ട ചെക്കനാള് പുലിയാണ് കേട്ടാ. വായുത ഇങ്ങനെ മസിൽ പിടിച്ചും ഡയലോഗ് അടിച്ചും കാലം കഴിക്കുകയുള്ളു. പുറം പണിക്കാർ ചെക്കന്മാർ ഹോസ്പിറ്റലിലേക്ക് അർമാദിക്കണേ. ഇതെന്നെ ഇടപാടാ ചേട്ടാ ഈ കാണിക്കുന്നേ. മനുഷ്യനിപ്പോ വീണ് ചത്തേനല്ലോ. കുടുംബത്തോട്ട് അങ്ങ് തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞാന്നോ കാലത്തെ വണ്ടി എടുത്തോണ്ട് പോന്നേ. എന്റെ മാതാവേ, മുട്ടാൻ നിക്കണടാ കൊച്ചേ. അലമ്പ് പാർട്ടീസാ, കണ്ടാലറിയാം. അല്ലേ? വിട്ടോണം, വിട്ടുപോയിക്കോണം റോസ്വില്ലെന്ന് ഇന്ന് തന്നെ. അതെന്റെ കളവാണ്. അവിടെ ഇറങ്ങി കളിക്കാൻ നിക്കണ്ട.
എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായടാ? ഇല്ലെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറ. ഇയാളാരാ? അത് സൈമച്ചായം പറയുമ്പോ ഞാൻ വേണ്ട ഭായ്, വിട്ടേക്ക് ചത്തുപോട്ടെ. വിട്ടേക്ക് ഭായ്. ഉള്ള ജീവൻ കായല് കളയാണ്ട കുടുംബത്തിൽ പോവാൻ നോക്കണം. പന്നിയുടെ മക്കളെ വൈക്കണ്ടൊക്കെ അവിടുന്ന്. ഓ, ഇതൊന്നും ഓർത്ത് വെറുതെ നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ. എനിക്കിതൊക്കെ ശീലമാണ്. പിന്നെ തല്ലും കൊണ്ടിരിക്കുമ്പോ തിന്നാൻ ഇതുപോലെ ആപ്പിള് കിട്ടാറില്ല എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോളൂ. സൈമൺ അങ്കിളിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഓ പിന്നെ, എന്നിട്ട് വേണം പുള്ളി ജില്ല വിട്ടു പോകാൻ. അങ്ങേരുടെ പേര് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ ചവിട്ട് കിട്ടിയത്. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ താഴെ ഉണ്ടാവും. ഏഞ്ചൽ, ഞാൻ ഇവിടുന്ന് മാറിയാലോന്നാ. വെറുതെ എന്നാത്തിന് ഓരോരോ പ്രശ്നങ്ങള്. പേടിയുണ്ടോ? അതുകൊണ്ടല്ല, നിങ്ങൾക്ക് വെറുതെ. എബി ഇവിടുന്ന് മാറി താമസിച്ചതുകൊണ്ട് ഈ പ്രോബ്ലം ഒന്നും തീരുന്നില്ല. ഈ സിറ്റുവേഷനിൽ താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞാൽ ജയിക്കുന്നത് ഹെൻറി ആയിരിക്കും. കർത്താവ് തമ്പുരാൻ കുരിശേ കിടന്ന കിടപ്പ് നീ ഓർക്കുന്നുണ്ടോ? എന്നാ അതുപോലൊരു കുരിശേ നിന്നെ കിടത്ത് വന്നാ അവൾ ആ പറഞ്ഞേച്ചും പോയതിന്റെ അർത്ഥം. എന്റെ കൊച്ചെ, നമുക്ക് നല്ല അന്തസ്സുള്ള അടി നാട്ടിൽ നിന്ന് കിട്ടത്തില്ലയോടാ. ഇവിടെ വന്ന് കിടന്ന് കണ്ട തല്ല് കൊള്ളണോ? എടാ, അവളതൊക്കെ പറയും. അവക്ക് വരും ഡയലോഗ് സീനിലേ ഉള്ളൂ. സംഘടന സീനി നമ്മളാ. ഓ, നീ നേരം കളയാതെ ഇവിടുന്ന് മാറാൻ നോക്ക്. ഇല്ലടാ ജോസേ, ഇനി ഏഞ്ചലും ഈ വീട്ടിലെ ആ പാവം ആന്റിമാരും ആരുടെ മുന്നിൽ തോക്കരുത്. എന്നതാ നിന്റെ മനസ്സിൽ? പ്രേമം. അപ്പൊ ഇവന് ഏഞ്ചലിനോട് പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊള്ളാം. ഇച്ചായ വിചാരിക്കണ പോലെ അതങ്ങനെ ഒരു ഇഷ്ടമല്ല ഇച്ചായ. എനിക്ക് അവളോട് സ്നേഹമാണോ ബഹുമാനമാണോ ആരാധനയാണോ അതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ഏഞ്ചൽ അടുത്ത് വരുമ്പോ എന്നോട് മിണ്ടുമ്പോ ചിരിക്കുമ്പോ എന്തോ ഒരു ഇത്. ഈ ഫീലാണ്ട യഥാർത്ഥ ലവ്. പരസ്പരം പ്രണയിക്കാൻ ദൈവം തരുന്ന സിഗ്നലാണത്. ഡിവൈൻ ലവ്.